السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل بدعة ضلالة. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറെക്കുറെ ദീർഘമായ പ്രസംഗമാണ് ഹജ്ജത്തുൽ വദായിലെ പ്രസംഗം. ധാരാളം സഹാബാക്കൾ ഒരുമിച്ച് കൂടിയ ആ സദസ്സ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചോദ്യോത്തര രീതിയിൽ ആരംഭിച്ചത് കാണാം. സഹാബാക്കളെ, ഇന്നത്തെ ഈ ദിവസം ഏത് ദിവസമാണ്? അയ്യു യൗമിക്കും ഹാദാ. സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു ആലം, അള്ളാഹ്ക്കും അവൻ്റെ റസൂലിനും അറിയാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യു ബലദിക്കും ഹാദാ, ഇതേത് നാടാണ്? അല്ലാഹു വ റസൂലുഹു ആലം. അയ്യു ഷഹരിക്കും ഹാദാ, ഇതേതാണ് മാസം? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നാടേതാണ്, ഈ ദിവസം ഏതാണ്, ഈ മാസം ഏതാണെന്ന് വിശദീകരിച്ചതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു. ഫഇന്ന അംവാലക്കും വഅറാദക്കും ബൈനക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മറ്റുള്ളവരുടെ അഭിമാനം നിങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് എന്നതാണ്. അന്നാണ് സഹാബാക്കൾ, നബിയെ നിങ്ങൾ യാത്ര പറയാണോ, എന്നാൽ കുറച്ചും കൂടി വസിയത്ത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ ദിവസം. മനുഷ്യന്മാരുടെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രക്തത്തിന് നമ്മൾ സംരക്ഷണം നൽകാറുണ്ട്, നമ്മളാരെയും കൊല്ലലൊന്നുമില്ല. മുതലിന് സംരക്ഷണം നൽകാറുണ്ട്, സംരക്ഷണം നൽകണം. മറ്റുള്ളവരുടെ അഭിമാനം നമുക്ക് മുതലിൻ്റെയും ശരീരത്തിൻ്റെയും അത്ര ചില സമയത്ത് വില തോന്നാറില്ല എന്നത് ഒരു വസ്തുതയാണ്. മുഅ്മിനീങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യന് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ നഷ്ടം അവൻ്റെ അഭിമാനം പോവല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ്, അഭിമാനം കളഞ്ഞിട്ടുള്ള ഒരിറക്ക് പച്ചവെള്ളം പോലും നീ കുടിക്കണ്ടെന്ന്. അഭിമാനമതിന് ക്ഷതം വരും വെള്ളം കുടി എന്നാലൊഴിക്കും അന്ന് ഞാനാ നടപടി എന്നാണ് ഇമാമു ഷാഫിഈ പറയുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കാണ്. അഭിമാനത്തിന് ക്ഷതം വരുമെങ്കിൽ ഒരിറക്ക് പച്ചവെള്ളം കുടിക്കാതെ മരിക്കലാണ് ഏറ്റവും നല്ലത്. അത്രയും പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ്റെ അഭിമാനം എന്ന് പറയുന്നത്. നേരം വെളുക്കണ തന്നെ ഗീബത്ത് പറയാൻ വേണ്ടി ആയാൽ, നേരം വെളുക്കുന്നത് തന്നെ കളവ് പറയാൻ വേണ്ടി ആയാൽ, രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ചായപ്പിടിക്ക് പോണ തന്നെ മറ്റുള്ളവരെ പരിഹസിക്കാനായാൽ, വെള്ളിയാഴ്ച ജുമയ്ക്ക് പോണ തന്നെ തിരക്കൂടാനായാൽ, നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരർത്ഥമില്ലാതാവും. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഇമാം ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതനുസരിച്ച് വായയിൽ കല്ലിട്ട് നടക്കുമായിരുന്നു. കല്ലിൻ്റെ കഷ്ണങ്ങൾ കഴുകിയിട്ട് അതിങ്ങനെ വായയിലിട്ട് നടക്കും.
സഹാബാക്കൾ ചോദിച്ചു, അല്ലയോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ എന്താണ് ഇങ്ങനെ വായയിൽ കല്ലിട്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സംസാരിക്കാതിരിക്കാനാണ് എന്ന്. അറിയാതെ സംസാരിച്ചു പോകുമോ എന്ന് കരുതിയാണ് ഞാൻ വായയിൽ കല്ലിട്ട് നടക്കുന്നതെന്ന് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിൻ്റെ അവാരിഫുൽ മാരിഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ശൈത്താൻ ഒരു മനുഷ്യനെ പിടികൂടുകയാണെങ്കിൽ ആദ്യം പിടികൂടുന്നത് അവൻ്റെ നാവിലായിരിക്കും. ശൈത്താൻ ഒരു മനുഷ്യനെ പിടിക്കുമ്പോൾ ആദ്യം പിടിക്കുക അവൻ്റെ നാവിനെയാണ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻ നജാതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിച്ചിലാകുക എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അംലിക് അലൈക ലിസാനക വൽയസക ബൈതുക വബ്കി അലാ ഖതിയതിക. അംലിക് അലൈക ലിസാനക, ഒന്ന് നിന്റെ നാവ് നിന്റെ ഉടമസ്ഥതയിലാകുക. അത് വേറൊരാളുടെ അടുത്ത് പണയം വെച്ചതാവരുത്. എൻ്റെ നാവ് എൻ്റെതായിരിക്കുക. വേറെ ആരെങ്കിലും പറയാൻ പറഞ്ഞത് ഇങ്ങനെ പറയാ, ആർക്കെങ്കിലും വേണ്ടി പറയുക, ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുക, അതെല്ലാം ഒഴിവാക്കി നിന്റെ നാവ് നിന്റെ ഉടമസ്ഥതയിലായിരിക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഉല്ലാ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം, ഒരു മനുഷ്യന് ഹിസാബിനെ ഇപ്പോൾ കാണാൻ കഴിയുകയാണെങ്കിൽ അവൻ ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല എന്നാ. നമുക്ക് ബാക്കിലേക്ക് കാര്യങ്ങളെ ചിന്തിക്കാൻ കഴിയും, എന്നപോലെ മുന്നിലേക്കും ചിന്തിക്കാം. ബാക്കിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയല്ലോ. ഇന്ന് രാവിലെ പല്ലേച്ച് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇന്നലെ പല്ലേച്ചത് ഓർമ്മ ഉണ്ടല്ലോ, അങ്ങനെ ആലോചിച്ചാൽ കിട്ടും. ഇന്നലെ പല്ലേച്ചത്, കഴിഞ്ഞ വെള്ളിയാഴ്ച പല്ലേച്ചത്, ചിലപ്പോൾ സ്ഥലമൊന്നും അത്ര കൃത്യമാവില്ല, എന്നാലും നമുക്കത് ഓർമ്മയുണ്ട്. ഒരു മാസം മുമ്പ് പല്ലേച്ചത് ഓർമ്മ വരും, അങ്ങനെ ഫ്രണ്ടിക്കും ഓർമ്മ വരും. നാളെ പല്ലേക്കണത് ആലോചിച്ചാൽ കിട്ടും. ഒരു മനുഷ്യന് തൻ്റെ ഹിസാബിനെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ അവൻ ഒരിക്കലും സംസാരിക്കാൻ കഴിയുകയില്ല. ശബ്ദങ്ങൾ അല്ലാഹുവിന് മാത്രമായി കീഴ്പ്പെടുന്ന ദിവസമാണ് മഹ്ശറ. സൂചി വീണാൽ ശബ്ദം കേൾക്കുന്ന ദിവസമാണ് മഹ്ശറ. ശബ്ദം അല്ലാഹുവിന് മാത്രമായി കീഴ്പ്പെടും മഹ്ശറയിൽ. ആ ദിവസത്തെ ഒരു മനുഷ്യന് ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, 3 സന്ദർഭത്തിൽ എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചു പോകും. ആയിഷ ബീവി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, കൈകാലുകൾ വിറക്കുന്ന ആ 3 സന്ദർഭങ്ങൾ ഏതാണ്? നാളെ മഹ്ശറ വൻസഭയിൽ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വെച്ച് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചു പോകും. ആയിഷ, നന്മയും തിന്മയും എഴുതിയ ഏടുകൾ തൂക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ മീസാൻ എന്ന തുലാസിൻ്റെ സമീപത്തെത്തുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചു പോകും. ആയിഷ, സിറാത്ത് പാലം കടക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറക്കും. ആയിഷ, നന്മ തിന്മ എഴുതിയ ഏട് കൊടുക്കുന്ന സമയം മഹ്ശറ എല്ലാ മനുഷ്യൻ്റെയും കൈകാലുകൾ വിറക്കുന്ന സന്ദർഭമാണ്. മഹ്ശറയത്തെ ഒരു രംഗം ഒരാൾക്ക് ഓർക്കാൻ കഴിഞ്ഞാൽ അവന് സംസാരിക്കാൻ കഴിയില്ല എന്നാണ്. നമ്മളേറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ മഗ്റൂറു ലാ യൽദഗന്നക അന്നഹാ സുബ്ബാനു. നീ നിന്റെ നാവിനെ സൂക്ഷിക്ക്. നാവ് നിന്നെ കടിക്കരുത്, അതൊരു പാമ്പാണ്. നല്ലോണം സൂക്ഷിക്കേണ്ടത് നാവിനെയാണ്. ഒരു മനുഷ്യൻ്റെ നാവിൽ പിശാച് പിടികൂടിയാൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യം ശൈത്താൻ പിടികൂടാൻ നാവുമേ. ഒരാളുടെ നാവിനെ പിശാച് പിടികൂടിയാൽ അവൻ ചെയ്യുന്ന പ്രവർത്തനം തബറുക്കായതിനെയും
ബറക്കത്താക്കപ്പെട്ടതിനെയും പുണ്യമായ അദ്കാറുകളെയൊക്കെ ഹറാമിലേക്കും മ്ലേച്ഛമായതിലേക്കും ചേർത്തി പറയലാണ്. ബറക്കത്താക്കപ്പെട്ടതും പുണ്യമായതുമായ ദിക്റുകൾ, അസ്മാകൾ, തസ്ബീഹുകളൊക്കെ മ്ലേച്ഛമായതിലേക്കും ഹറാമിലേക്കും ചേർത്തി പറയും. നമ്മുടെ ജീവിതത്തിൽ നമ്മളേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ശൈത്താൻ വന്ന് പിടികൂടെ ആദ്യം നാവിനെയാണ് ഒരു മനുഷ്യൻ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിൽ വഹ്ദാനിയത്തിൻ്റെ മേൽ അറിയിക്കുന്ന 2 അവയവേ ഉള്ളൂ എന്നാ. കൈ 2 എണ്ണാണ്, കാല് 2 എണ്ണ, മൂക്ക് 2 എണ്ണ, കണ്ണ് 2 എണ്ണ. ജോഡിയില്ലാത്തത് വഹ്ദാനിയത്തിൻ്റെ മേൽ അറിയിക്കുന്നത് 2 അവയവമാണ്. ഒന്ന് നാവും, ഒന്ന് ഗുഹ്യവുമാണ്. അതുകൊണ്ട് നാവിൻ്റെയും ഗുഹ്യത്തിൻ്റെയും കാര്യത്തിൽ ഒരാൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ അവന് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്കാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പുണ്യമായതിനെയും തബറുക്കായതിനെയും ഹറാമിലേക്കും മോശമായതിലേക്കും ചേർക്കുക. നമ്മുടെ സാധാരണ സംസാരങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ബാങ്കിൽ നിന്ന് ലോണ് കിട്ടുന്നതിന് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയും. ഹറാമായ ഭക്ഷണം കഴിക്കാനും ബിസ്മില്ല ചൊല്ലും. പുണ്യമായതിനെ മ്ലേച്ഛമായതിലേക്ക് ചേർക്കാൻ സാധാരണ ഒരാൾ ബാത്റൂമിൽ കക്കൂസിൽ കുറച്ച് കൂടുതൽ സമയം ഇരുന്നാൽ നമ്മൾ അവനോട് ചോദിക്കും, എന്താ അവിടെ ഈത്തിക്കാഫ് ഇരിക്കുകയാണോ? ഈത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ മൻ ഇഅ്തകഫ യൗമൻ കാന ബൈനഹു വബൈനൻ നാരി സലാസ ഖനാദിക ഹബീബുനാ റസൂലുള്ളാഹി. ഒരാൾ ഒരു ദിവസം ഈത്തിക്കാഫ് ഇരുന്ന ഓൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ 3 കിടങ്ങുകൾ ഉണ്ടായിരിക്കുമെന്ന് പുണ്യനബി പഠിപ്പിച്ച അമലിനെ ബാത്റൂമിലിരിക്കുന്നതിലേക്ക് നമ്മൾ താരതമ്യപ്പെടുത്തും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. വേണ്ടാത്ത ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ, സംസാരിക്കാൻ പാടില്ലാത്തവർക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാമുകിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൊബൈലിൽ പൈസ തീർന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വിളിക്കാമെന്ന് പറയും. ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർ ഇൻഷാ അല്ലാഹും വല്ലാഹി ഒന്നും ഉപയോഗിക്കുന്നിടത്ത് ഒരു നിയന്ത്രണവുമില്ല. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, ഇൻഷാ അല്ലാഹ്, വല്ലാഹി തുടങ്ങിയവ ഏറ്റവും തബറുക്കായ ലഫ്ലുകളാണ്. ആ തബറുക്കായ ലഫ്ല് മ്ലേച്ഛമായതിലേക്കും ഹറാമിലേക്ക് വരെ ചേർത്തി പറയും. പൂച്ചക്ക് പള്ളി അമ്പലമൊക്കെ കണക്കന്നെ എന്ന് പറയും. കണക്കൊന്നല്ല, പൂച്ച 24 മണിക്കൂറും തസ്ബീഹ് ചെല്ലുന്ന ജീവിയാണ്. മനുഷ്യന് മാത്രമാണ് ദിക്റും തസ്ബീഹും വേണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുള്ളത്. വേറെ ഒരു ജീവിക്കും ആ തർക്കമല്ല. മരങ്ങൾ 24 മണിക്കൂറും തസ്ബീഹിലാണ്. വഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു. തസ്ബീഹ് ചെല്ലാത്ത ഒരു വസ്തുവും ഇല്ല. എല്ലാ വസ്തുക്കളും മുഴുവൻ സമയവും തസ്ബീഹിലാണുള്ളത്. മനുഷ്യന് മാത്രമാണ് വേണോ വേണ്ടതെന്ന് സംശയം. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു വേട്ടക്കാരൻ വേട്ടമൃഗത്തെ വേട്ടയാടുന്നത് വേട്ടമൃഗം അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് അശ്രദ്ധനാകുന്ന സമയത്ത് മാത്രമാകുന്നു എന്നാണ്. വേട്ടക്കാരൻ്റെ അമ്പ് മാൻകിടാവിന് കൊള്ളുന്നത് മാൻകിടാവ് ദിക്റ് ചൊല്ലാതെ വരുന്ന സമയത്ത് മാത്രമാണ്. മരം മുറിക്കാരൻ മരത്തിൻ്റെ താഴെ കോടാലി വെക്കുന്നത് മരം തസ്ബീഹ് ചൊല്ലാത്ത സമയത്ത് മാത്രമുള്ളൂ. 24 മണിക്കൂറും തസ്ബീഹിലുള്ള ജീവിയാണ് പൂച്ച. അവിചാരിതമായോ അറിയാതെയോ അബദ്ധത്തിലോ പൂച്ച അമ്പലത്തിൽ കയറിയേക്കാം. പക്ഷേ അത് സമമായതുകൊണ്ടല്ല, കണക്കായതുകൊണ്ടല്ല. പൂച്ചക്ക് പള്ളി തന്നെയാണ് ഇഷ്ടം. മനുഷ്യന് മാത്രമാണ് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലണോ എന്ന വിഷയത്തിൽ തർക്കമുള്ളത്. ഇങ്ങനെ മനുഷ്യൻ നാവിനെയാണ് ആദ്യമായി ശൈത്താന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഒരാളിൽ ശൈത്താൻ പിടികൂടിയാൽ അവനെ നാവ് ഉപയോഗപ്പെടുത്തുന്നതിലെ 1-ാം ഘട്ടം ഇൻസൾട്ട് ചെയ്യലാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി ഇൻസൾട്ട് ചെയ്തത് പിശാച്ചാണ്, ശൈത്താനാണ്, ഇബ്ലീസാണ്. അത് അവൻ ഇൻസൾട്ട് ചെയ്തത് മണ്ണിനെയാണ്. ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ഞാൻ എങ്ങനെ ആദമിന് സുജൂദ് ചെയ്യാം, അവൻ മണ്ണല്ലേ?
യഥാർത്ഥത്തിൽ മണ്ണല്ലേ എന്ന് ചോദിക്കുന്നത് ഇവൻ തീയാണെന്നും മണ്ണിനേക്കാൾ തീയിന് പ്രാധാന്യമുണ്ടെന്നുമുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇൽമിനെയാണ് ന്യായീകരണത്തിനും ഇൻസൾട്ട് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഇബ്ലീസ് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അവൻ്റെ വിവരത്തെ തന്നെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഭ്രാന്തന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നാ. ഭ്രാന്തന്മാരെ കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള വിഭാഗമാണ് ഭ്രാന്തന്മാർ. ജന്മത്തിൽ ഒരിക്കൽ പോലും നമ്മൾ എത്രങ്ങാനും ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട്. ഭ്രാന്തനെ കണ്ടപ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവനാണല്ലോ റബ്ബേ ആ പോകുന്നത് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ പരാജയം. ഒരിക്കൽ പോലും ഒരു ഭ്രാന്തനെ കണ്ടപ്പോൾ നമുക്കങ്ങനെ തോന്നിയില്ല. ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ചവൻ ഹിസാബും കാത്ത് മഹ്ശറയിൽ കെട്ടിക്കിടക്കുമ്പോൾ ഹിസാബില്ലാതെ കയ്യും വീശി സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവനാണ് യഥാർത്ഥ ഭ്രാന്തൻ. ഒറിജിനൽ ഭ്രാന്തൻ കയ്യും വീശി, അവന് ഹിസാബില്ല, അവൻ സിറാത്ത് പാലം കടന്നു പോകുമ്പോൾ ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ച് ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുന്നവൻ ഹിസാബും കാത്തിട്ട് കിതാബും കെട്ടും കയ്യെ പിടിച്ചാണ്ട് മഹ്ശറയിൽ കാത്തു കേൾക്കാറ്. അതാണ് ഭ്രാന്തന്റെ പ്രത്യേകത. ഭ്രാന്തന്മാർ അല്ലാഹുവിങ്കിൽ ഏറ്റവും സ്ഥാനമുള്ളവരാണ്. ഞാൻ പറയാൻ കാരണം ആരെയും ഇൻസൾട്ട് ചെയ്യരുത് എന്ന് പറയാനാ. ശൈത്താനികമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വന്നു ചേർന്നിട്ടുണ്ട്. പിശാച് നമ്മളെ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ നന്നായി തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യൻ്റെ നാവിനെ പിശാച് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ നാവിന് 1-ാം സ്ഥാനം കൊടുക്കണം. മദ്രസയിലെ 8-ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ കുട്ടികളെ കാണാതെ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്, മൻ സമത നജാ, മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്നാണ് ആ ഹദീസിൻ്റെ അർത്ഥം. മൻ സമത നജാ, മിണ്ടാതിരുന്നവൻ കഴിച്ചിലായി. ചിലർ മിണ്ടാതിരിക്കുമ്പോൾ നിനക്ക് തോന്നും അവൻ മൂഢനാണെന്ന്. യഥാർത്ഥത്തിൽ മിണ്ടാതിരിക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയി. സംസാരിക്കാൻ ഒന്നും പഠിക്കല്ല. നമ്മൾ ജനിച്ചു വന്നപ്പോൾ സംസാരിക്കാൻ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുട്ടി ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരം പഠിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കുട്ടി കരയുന്നുണ്ട്. കരച്ചിലാണ് ഒരു കുട്ടിയുടെ സംസാരം. കരച്ചിൽ എന്ന സംസാരം ഉമ്മാക്ക് മാത്രം അറിയുന്ന സംസാരമാണ്. കുട്ടികളുടെ ഭാഷ ഉമ്മാക്കറിയാം. ഒരു ഉമ്മയും കുട്ടിയുമായുള്ള ഏറ്റവും അടുത്ത ബന്ധം അതാണ്. റമദാൻ മാസത്തിലെ കുട്ടി നോമ്പുവറ്റ് നട്ടുച്ച സമയമായി ബാത്റൂമിൽ കയറി ആരും കാണാതെ ഒരിറക്ക് വെള്ളം കുടിച്ച് തിരിച്ചു വന്നാൽ ആർക്കും അറിയില്ലെങ്കിലും ഉമ്മാക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അതാണ് ഒരു ഉമ്മയും കുട്ടിയും തമ്മിലുള്ള വൈജ്ഞാനികമായ ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മുഅ്മിനീങ്ങൾ ഏറ്റവും കൂടുതൽ ശരീരത്തിൽ സൂക്ഷിക്കാനുള്ളത് നാവിനെയാണ്. മഹാന്മാരായ സ്വഹാബത്തിൻ്റെയും താബികളുടെയും സലഫുകളുടെയും ഒക്കെ താരീഖുകൾ പരിശോധിച്ചാൽ നാവിനെ സൂക്ഷിക്കുന്നതിന് അവർ നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ കാണാൻ കഴിയും. നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഗീബത്ത് പറയരുത് എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ പോലും ഗീബത്താകുന്നു. ഗീബത്ത് പറയരുത് എന്ന് കേട്ടതിന് ശേഷം നമ്മൾ പറയുന്നതും ഗീബത്താവുക. ഗീബത്ത് പറയരുത്, അത് തൻ്റെ സഹോദരൻ്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് ഉള്ള വയത് കേട്ട് പോകുമ്പോൾ നമ്മൾ ഗീബത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നു പോവുക. ഭാരമാണെന്ന് പുണ്യനബി പറഞ്ഞതെല്ലാം നമുക്ക് എളുപ്പവും, എളുപ്പമാണെന്ന് പുണ്യനബി പറഞ്ഞതെല്ലാം നമുക്ക് ഭാരവുമാണ്. ആദ്യമായി ഒരു മനുഷ്യന് ഭാരം കുറയേണ്ടത് അവൻ്റെ സ്വന്തം ശരീരമാണ്. സൂറത്തുൽ ഇൻശിറാഹിലെ അലം നശ്റഹ് സൂറത്തിലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ പറഞ്ഞ ഭാഗത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് വവദഅനാ അൻക വിസ്റക എന്നാണ്. നബിയെ, നിങ്ങളുടെ ഭാരത്തെ നാം ഇറക്കി വെച്ചില്ലയോ?
നമ്മൾ ഭയങ്കര ഭാരമാണ്. ഈ ബഹുമാനപ്പെട്ട ഇന്നെങ്ങനെ താങ്ങിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയാകുകയാണ്. ആദ്യം ഒരാൾക്ക് ഭാരം കുറയേണ്ടത് അവൻ്റെ സ്വന്തം ശരീരത്തെയാണ്. നിസ്കാരം മുഅ്മിനിന് എളുപ്പമാണെന്നും മുനാഫിഖിന് ഭാരമാണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് റമദാൻ മാസത്തിൽ നോമ്പ് വെക്കുന്ന ആൾക്കാരിൽ നിസ്കരിക്കാത്തവര്. പുതിയാപ്പള സൽക്കാരത്തിന് പോകുമ്പോൾ നല്ല നോമ്പുള്ള മനുഷ്യന്മാർ പോരും. കാരക്കയും പച്ചവെള്ളവും കുടിച്ച് എല്ലാവരും നോമ്പ് തുറന്നാൽ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മൂപ്പരിങ്ങനെ ഒന്നാണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് ചാവിടിക്കാൻ കണ്ടനോട് വരും. നിസ്കരിക്കാൻ തോന്നുന്നില്ല. നിസ്കാരം മുഅ്മിനിന് മാത്രമേ എളുപ്പമുള്ളൂ. സംഗതി 5 മിനിറ്റിൽ താഴെ സമയമാണ് വേണ്ടത്. ഓതുണ്ടാക്കാനും നിസ്കരിക്കാനും ഒക്കെ കൂടി 5 മിനിറ്റേ വേണ്ടുള്ളൂ. പക്ഷേ മുഅ്മിനിന് മാത്രമേ അത് എളുപ്പമുള്ളൂ. മുനാഫിക്കിന് അത് ഭാരമാണ്. നിസ്കാരം ഒരു മനുഷ്യന് ഭാരമായി തോന്നുന്നുവെങ്കിൽ അവൻ്റെ ഈമാനിൽ സംശയിക്കണം. അവൻ്റെ ഈമാൻ്റെ പ്രശ്നമാണ്. എന്നാലോ എളുപ്പമാണ് എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഭാരമാണെങ്കിൽ, ഭാരമാണെന്ന് പറഞ്ഞതല്ല നമുക്ക് എളുപ്പമാണ്. അൽ ഗീബത്തു അശദ്ദു മിനസ്സിനാ, ഗീബത്ത് പറയൽ വ്യഭിചാരത്തെക്കാൾ ഭാരമുള്ളതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, പ്രശ്നമുണ്ടാക്കല്, ഫിത്ന ഉണ്ടാക്കല് കൊലപാതകത്തെക്കാൾ ഭാരമുള്ളതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. വൃത്തിയാക്കൽ, ശുദ്ധിയാക്കൽ, മരം വെച്ച് പിടിപ്പിക്കൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഗാന്ധിയെയാണ്. ഓർമ്മ വരേണ്ടത് തന്നെ, വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നവാഫത്തിനെ ഈമാനുമായി കണക്ട് ചെയ്ത ഒരേ ഒരു വ്യക്തി മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നവാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിൻ്റെ ഭാഗമാകുന്നു. ഗാന്ധിക്കത് കഴിയില്ല. വൃത്തിയെ ഈമാനുമായി കണക്ട് ചെയ്യാൻ കഴിയില്ല. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നവാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിൻ്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരാത്തത്? ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ കുറേ ഫിലോസഫികൾ ഇങ്ങനെ പറയുകയും കേൾക്കുകയും ചെയ്ത് നമ്മൾ നടന്നാൽ ദീനാവില്ല. ദീൻ, ഇസ്ലാം ദീൻ ഒരിക്കലും പ്രമാണങ്ങളല്ല, മുഅ്മിന്റെ വ്യക്തിത്വമാണ്. ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി എന്ന് നമ്മൾ പറയും ചെയ്യുക. നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗവും കൊതു വളർത്തൽ കേന്ദ്രമാവുകയും ചെയ്താൽ ഈ പറഞ്ഞതിനൊന്നും അർത്ഥമില്ല. വൃത്തി ഈമാൻ്റെ ഭാഗമാണെന്ന് നമ്മൾ പറയാം. എന്നിട്ട് നമ്മളെ പേരൻ്റെ ചുറ്റുഭാഗത്തും ചെന്ന് നോക്കിയാൽ കൊതു വളർത്തൽ കേന്ദ്രമാണ്. ഇസ്ലാം ദീൻ പ്രമാണങ്ങളല്ലാതെ ഏടിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. മുഅ്മിനിൻ്റെ വ്യക്തിത്വത്തിലുണ്ടോ എന്നതാണ് പ്രധാന പ്രശ്നം. മുഅ്മിനിൻ്റെ ജീവിതത്തിൽ വേണം. അതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ഏടിലങ്ങനെ പലതും ഉണ്ടാവും. ഇസ്ലാം ദീനിനെ 2 തരത്തിൽ പഠിക്കാൻ പറ്റും. ഒന്ന് ആയത്തും ഹദീസും ഇജ്മാവും ഖിയാസും താരീഖും എല്ലാം പഠിച്ചാൽ ഇസ്ലാം ദീനിനെ പഠിക്കാം. രണ്ടാമത്തെ ഒരു പഠനമുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിച്ചാൽ ഇസ്ലാം ദീനിനെ മുഴുവൻ കിട്ടും. എളുപ്പമുള്ള പഠനം അതാണ്. അതിലൊന്നും ഒഴിവാവൂല. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് മുഅ്മിനിന്റെ വ്യക്തിത്വത്തിൽ കാണണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരുപാട് അകലമുണ്ടായി. സംസാരങ്ങളിൽ വരെ അതുണ്ടായി. നമ്മുടെ സംസാരങ്ങളിൽ വരെ അതുണ്ട്. നമ്മുടെ പെരുമാറ്റങ്ങളിൽ അതുണ്ട്. അദബാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട ഘടകം. അദബാണ് ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടത്. ഒരു വിരുന്നുകാരൻ വന്നാൽ അവനോടുള്ള അദബ്, വിരുന്നു സൽക്കാരം എന്നിവ ഈമാനിൽ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാന യുമിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു ഹബീബുനാ റസൂലുള്ളാഹി. മൻ കാന യുമിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ഒരാൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ളൈഫഹു, അവൻ വിരുന്നുകാരനെ ബഹുമാനിക്കട്ടെ. ബഹുമാനം എന്ന് പറഞ്ഞാൽ ഖിദ്മത്താണ്. ബഹുമാനിക്കാൻ, ഒരാളെ ബഹുമാനം എങ്ങനെ പ്രകടനത്തിൽ കാണുക? അത് ഖിദ്മത്തിലാണ് കാണേണ്ടത്. ഇന്ന് നമ്മളൊക്കെ സൽക്കാരങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ബഫേ സമ്പ്രദായം വന്നു. വിളിച്ചു വരുത്തിയിട്ട് വേണമെങ്കിൽ തിന്നോ, അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയാം.
മേശമ്മ വെച്ചിട്ടുണ്ട്, എനിക്ക് വേണമെങ്കിൽ എടുത്തു തിന്നോ. ഖിദ്മത്ത് ചെയ്യാൻ തയ്യാറില്ലാത്തവൻ വിരുന്നുകാരെ ക്ഷണിച്ച് ഇൻസൾട്ട് ചെയ്യരുത്. തയ്യാറുണ്ടാവുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ. ആരെപ്പം അങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞു? ഏറ്റവും വൃത്തികെട്ട ഒരു സംസ്കാരമാണ് ബഫേ സമ്പ്രദായം. വീട്ടുകാരന് ഖിദ്മത്ത് ചെയ്യാൻ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ വിരുന്നുകാരെ വിളിക്കേണ്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ആദരിക്കാൻ വേണ്ടി പുണ്യനബി പറഞ്ഞത് വിരുന്നുകാരനെയാണ്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു. ആരാ വിരുന്നുകാരൻ എന്നറിയ നിങ്ങൾ? ഞാൻ പറഞ്ഞുതരാം. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ആരിഫാണ്, ആലിമാണ്, വലിയാണ്, എല്ലാം ആണ്. പക്ഷേ മഹാനവറുകളെ 4 കുത്തുബുകളിലെ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർത്തിയ അൽ അഖ്താബുൽ അർബയിലേക്ക് ഉയർത്തിയതിൻ്റെ പിന്നിലുള്ളത് ഒരു നായയാണ്. ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് ഉറക്കം കഴിഞ്ഞ് പുലർച്ചെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ചൊറി പിടിച്ച നായയെ കണ്ടു. അള്ളാഹു എന്നിൽ റഹ്മത്തുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണെന്ന് തോന്നിയ മഹാനവറുകൾ വീട്ടിൻ്റെ മുമ്പിൽ ഒരു നായക്കൂടുണ്ടാക്കിയിട്ട് ആ നായനെ അതിലാക്കി മരുന്നും വെള്ളവും ഭക്ഷണവും കൊടുത്തു. രാവിലെ ശിഷ്യന്മാർ വന്നു നോക്കുമ്പോൾ ഉസ്താദിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു നായക്കൂട് കണ്ടവർ അത്ഭുതപ്പെട്ടു. അവർക്ക് ദേഷ്യവും സങ്കടവുമായപ്പോ സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു നായ ഇതാ എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നിരിക്കുന്നു. വിരുന്നുകാരൻ്റെ അടിമയാണ് വീട്ടുകാരനെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ നായ വിരുന്നവസാനിപ്പിച്ചു പോകുന്നത് വരെ ഈ നായക്ക് ഖിദ്മത്തെടുത്തുകൊണ്ട് ജീവിക്കാൻ ഞാനിതാ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ അൽ അഖ്താബുൽ അർബയുടെ സ്ഥാനത്തേക്ക് ഉയർത്താനുണ്ടായ കാരണമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിരുന്നുകാരൻ അല്ലെങ്കിലും നായൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കുറേ പഠിക്കാണ്ട്, എല്ലാ മൃഗങ്ങളുടെ അടുത്തു നിന്നും കുറേ പഠിക്കാണ്ട്. നായൻ്റെ അടുത്തുനിന്ന് പഠിക്കാനുള്ളതാണ് ശുക്ർ എന്ന നന്ദി. അത് നായൻ്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടതാണ്. ഭക്ഷണം കൊടുക്കാൻ മറന്ന് ഗേറ്റ് പൂട്ടിയിട്ട് യജമാനൻ പോയാൽ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഭക്ഷണം കിട്ടാതെ വിശന്ന് കിടന്ന ആ നായ യജമാനനെ കണ്ടപാടെ വാലാട്ടും. യജമാനനെ കണ്ടപാടെ നായ വാലാട്ടി കാണിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തൻ്റെ റിസാലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമ്മളെല്ലാവരും കാണുന്നത് നിഅമത്തിനെയാണ്. നിഅമത്തിനെ കാണുന്നതിന് പകരം മുനഇമിനെ കാണാൻ കഴിയണം എന്നാണ്. നിഅമത്തിന് നമുക്കൊരു 10,000 രൂപ കിട്ടി. 10,000 രൂപക്ക് ശുക്ർ ചെയ്യുന്നതിനേക്കാൾ 10,000 രൂപ കൊടുത്തയച്ചവനാണ് ശുക്ർ ചെയ്യേണ്ടത്. നായയിൽ നിന്ന് അനുകരിക്കാൻ പാടില്ലാത്തൊരു സ്വഭാവമുണ്ട്. അത് തന്നെയാണ്. ഒരു കല്ലെടുത്തിട്ട് ഒരു നായനെ എറിഞ്ഞാൽ നായ ഓടിച്ചെന്ന കല്ലുമ്മൊരൊറ്റ കടിയാണ്. നായൻ്റെ ചാര ഈ കല്ലെന്നെയാണ് എറിഞ്ഞിരിക്കണതെന്നാ. പിന്നെ അതിങ്ങനെ മേപ്പെട്ടിട്ട് വരുമ്പോൾ പിന്നെയും കടിക്കും. പിന്നെ അതിങ്ങനെ ഒന്ന് തട്ടിയിട്ട് പിന്നെയും കടിക്കും. നായൻ്റെ ചാര ഈ കല്ലാണ് എറിഞ്ഞ സാധനം എന്നാ. ആ കല്ലിൻ്റെ പിന്നിൽ എറിഞ്ഞവനെ കാണാതിരിക്കുന്നു നായ. അങ്ങനെ ചിലപ്പം നമുക്കുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ അദബുകേട് അള്ളാഹുവിൻ്റെ ഖലായിലുള്ള അദബുകേടാണ് എന്നാ. അള്ളാഹു ഒരു മനുഷ്യനൊരു ഖലായിലുള്ള അദബുകേട്. എങ്ങനെ ഖലായിലുള്ള അദബുകേട്? ഖലായിലുള്ള അദബുകേട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖലായിലുള്ള സങ്കടവും വിഷമവും നാട്ടുകാരോടൊക്കെ പറയാം. ദണ്ണുണ്ടായി, അസുഖമുണ്ടായി, ഹോസ്പിറ്റലിൽ പോയി, ഭയങ്കര ഇടങ്ങാറായി, വേദനയായി, അരമണിക്കൂർ പല്ലുവേദനയുണ്ടാകുമ്പോഴേക്ക് 23.5 മണിക്കൂറിനെ മറക്കുന്നവരാണ് നമ്മൾ. അരമണിക്കൂറാണ് പല്ലുവേദന. പല്ലുവേദനയില്ലാത്ത 23.5 മണിക്കൂറിനെ മറക്കുന്നു. ആശുപത്രിയിൽ പോയിട്ട് വിഷമായി, പൈസ ചിലവായി, എല്ലാ നാട്ടുകാരോടും ഇങ്ങനെ പറയും, ആകെ അടങ്ങാറായി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം പറയും, എന്താ ഇപ്പം കാട്ട, പടച്ചോൻ്റെ ഖലാ അല്ലേ. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അദബുകേട് അള്ളാഹുവിൻ്റെ ഖലായിലുള്ള പരാതി സൃഷ്ടികളോട് പറയല. അത് അള്ളാഹോട് പറയാ, പടച്ചോനെ ഞാൻ 5 വക്തും സുബഹിയും കൃത്യമായിട്ട് നിർവഹിച്ചിട്ട് എന്താ എന്നെ ഇങ്ങനെ അടങ്ങാറാക്കണത്? അള്ളാഹുവേ, ഞാൻ നിന്നോട് എത്രമാത്രം ദുആ ചെയ്തിട്ട് എന്താ എൻ്റെ പെരപ്പണി തീരാത്തത്? അള്ളാഹു തആലക്ക് അത് ഇഷ്ടമാണ്. എന്നാൽ ജനങ്ങളോട് പറയാൻ അള്ളാഹുവിന് ഇഷ്ടമല്ല.
അദബ് കേടിന്റെ ശിക്ഷ രഹസ്യമായിരിക്കുമെന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദബ് കേടിന്റെ ശിക്ഷ രഹസ്യമാണ്. അല്ലാഹു തആലാക്ക് രണ്ട് തരത്തിൽ ശിക്ഷ ഉണ്ട്. ഒന്ന് പരസ്യമായ ശിക്ഷയുണ്ട്, ഒന്ന് രഹസ്യമായ ശിക്ഷയുണ്ട്. അള്ളാഹുവിൻ്റെ പരസ്യമായ ശിക്ഷകളാണ് രോഗങ്ങൾ. മിക്കവാറും എയ്ഡ്സ് ശിക്ഷാരോഗമാണ്, ക്യാൻസർ ശിക്ഷാരോഗമാണ്, കുഷ്ഠം ശിക്ഷാരോഗമാണ്, പനി വരെ അള്ളാഹു മനുഷ്യന് ശിക്ഷയായി നൽകും. അത് പരസ്യമായ ശിക്ഷയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ രഹസ്യമായ ശിക്ഷയുണ്ട്, അത് അദബ് കേടിനുള്ള ശിക്ഷയാണ്. പരസ്യമായ ശിക്ഷയല്ലാത്ത രഹസ്യമായ ശിക്ഷ 3 തരത്തിലാണ്. ഒന്നാമത്തേത് ഇബാദത്ത് ചെയ്യണമെന്ന് തോന്നുന്നു, പക്ഷെ നടക്കണില്ല. റമദാൻ മാസത്തിൽ 30 ദിവസം തറാവീന് പോകണമെന്ന് കരുതിയതാണ്, പക്ഷെ പോകാൻ പറ്റണില്ല. അദബ് കേടിനുള്ള ശിക്ഷയാണ്. ഇബാദത്തുകൾ ചെയ്യണമെന്ന് തോന്നുന്നു, പക്ഷെ നടക്കണില്ല. രണ്ടാമത്തേത് ഹറാമുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് തോന്നുന്നു, പക്ഷേ നടക്കണില്ല. മൂന്നാമത്തേത് ദുആ ചെയ്യണമെന്ന് തോന്നുന്നു, പക്ഷേ നടക്കണില്ല. ഇത് 3 അദബ് കേടിൻ്റെ ശിക്ഷ. ഉസ്താദിനെ നിസ്സാരമാക്കലാണ് ഏറ്റവും വലിയ അദബ് കേട് എന്ന് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ തൻ്റെ ശിഷ്യൻ എഴുതിയ അയ്യുഹൽ വലദ് എന്ന ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. അദബ് കേട് ഏറ്റവും വലുത് ഉസ്താദിനോട് ചെയ്യുന്നതാണ്. ഖാലൻ നബി മൻ ഖഫഫൽ ഉസ്താദ സലാസ് ബൽവാ ഖദ് ബലത്തിൽ മീദാ അവ്വലുഹാ നിസ്യാനു മാ തഅല്ലമ മിൻഹു വഫൗതുർ റിസ്ഖി സൂഉൽ ഖാതിമ. ഒരാൾ ഉസ്താദിനെ നിസ്സാരമാക്കിയാൽ 3 ശിക്ഷകൾ. ദുന്യാവത്തെ ആഖിറത്തിലേ പറയണേ. ദുന്യാവെന്ന് 3 കാര്യം അവൻ അനുഭവിക്കണം. ഒന്ന് നിസ്യാനു മാ തഅല്ലമ, പഠിച്ചത് മറക്കും. നിസ്യാനു മാ തഅല്ലമ മിൻഹു, അവനിൽ നിന്ന് പഠിച്ചത് മറക്കും. പഠിച്ചത് മറക്കാന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ ജയിക്കൂല എന്നല്ല അതിൻ്റെ അർത്ഥം. പഠിച്ചത് മറക്കുക എന്ന് പറഞ്ഞാൽ ഉപകാരമില്ലാതെയാവലാണ്. സംഗതിക്ക് ഓർമ്മ ഉണ്ടാവും. നഫ് ഇല്ലാതെയാകലാണ് ഇൽമിൻ്റെ മറവി. ഇൽമ് നാഫിയല്ലാതെ ആയിത്തീരലാണ് ഇൽമിൻ്റെ മറവി. ആലിമിൻ്റെ എതിരിലുള്ളതല്ല ജാഹില്. ആലിമിൻ്റെ എതിരിൽ വരുന്ന ആളല്ല ജാഹില്. ജാഹില് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവനല്ല, ബോധമില്ലാത്തവൻ എന്നാണ്. അബൂജാഹിൽ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവനല്ല. ഒരു വിവരമില്ലാത്തവനെ പിടിച്ചുകൊണ്ട് ഖുറൈശികൾ നേതാവാക്കുമോ? ആക്കൂലല്ലോ. വിവരമൊക്കെ ഉണ്ട്, ബോധമില്ല എന്നതാണ് പ്രശ്നം. ബോധമില്ലാത്തവനായി തീരലാണ് ഇൽമിൻ്റെ മറവി എന്ന് പറഞ്ഞത്, അല്ലാതെ വിവരമില്ലാത്തവനായി തീരലല്ല. രണ്ടാമത്തേത് വഫൗതുർ റിസ്ഖി, അന്നം മുട്ടലാകുന്നു. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് മാത്രമല്ല, ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ റിസ്ഖാണ്. റിസ്ഖ് മുട്ടും, അന്നം മുട്ടും. സൂഉൽ ഖാതിമ, അവസാനം ചീത്തയായി മരിക്കുകയും ചെയ്യും. ചീത്തയായ ദുഷിച്ച മരണമുണ്ടാവും. ഉസ്താദിനെ നിസ്സാരമാക്കുക എന്ന അദബ് കേട് ചെയ്യുന്നവന് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തത് അദബ് കേടാണ്. നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ നൃത്തങ്ങളിലും ഇരുത്തങ്ങളിലുമെല്ലാം അദബ് കേട്. ഒരു മനുഷ്യനെ അദബ് പഠിപ്പിക്കുന്നത് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ്. ഒരാൾ അദബ് പഠിക്കേണ്ടത് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുട്ടിയുടെ ആദ്യത്തെ 7 വയസ്സ് കളിക്കാനുള്ളതാണ്, രണ്ടാമത്തെ 7 വയസ്സ് അദബ് പഠിപ്പിക്കാനുള്ളതാണ്. ഒരു ചെറിയ കുട്ടി വാപ്പാൻ്റെ അല്ലെങ്കിൽ വല്ലിപ്പാൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. 3 വയസ്സായിട്ടുള്ളൂ. താടിമ പിടിച്ചാണ്ട് ഇങ്ങനെ വലിച്ചു. എന്നാൽ ഒന്നും പറയണ്ട, അത് കളിയായി കൂട്ടിയാൽ മതി. ആ കുട്ടി തന്നെ 8ാമത്തെ വയസ്സിലാണ് അത് ചെയ്ത് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 7 മുതൽ 14 വരെ അവൻ അദബ് പഠിപ്പിക്കുന്ന സമയമാണ്. 7 മുതൽ 14 വരെ അവൻ അദബ് പഠിപ്പിക്കുന്ന സമയമാണ്. 8ാമത്തെ വയസ്സിലാണ് വല്ലിപ്പാൻ്റെയോ വാപ്പാൻ്റെയോ നേർക്ക് കാൽ നീട്ടിരിക്കുന്നതെങ്കിൽ പറയണം. അദബിലെ ഏറ്റവും പ്രധാനപ്പെട്ട അദബ് ഭക്ഷണത്തോടുള്ള അദബുകളാണ്. 7 മുതൽ 14 ഒരു കുട്ടിയെ ഭക്ഷണത്തിൻ്റെ അദബ് പഠിപ്പിക്കേണ്ടത്. മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ അദബുള്ളവനാണ് എന്നാണ്.
ബഹുമാനപ്പെട്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ചു, സഹാബ, കമ്പില്ലാത്ത മരത്തിൻ്റെ ഒരു പേര് പറയാൻ പറ്റുമോ? കമ്പില്ലാത്തൊരു മരത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ? സഹാബാക്കളൊക്കെ മരന്ന് കേട്ടപ്പോൾ ഇങ്ങനെ കാട്ടിൽക്കാണ് ആലോചിച്ചത്, പിടുത്തം കിട്ടിയില്ല. അവസാനം അള്ളാഹിൻ്റെ റസൂല് തന്നെ പറഞ്ഞു, അത് ഈത്തപ്പന മരമാകുന്നു. തിരിച്ചു പോകുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാപ്പാ, ഉമർ റളിയല്ലാഹുവിൻ്റെ മോനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ, വാപ്പാനോട് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, വാപ്പാ, എനിക്കത് അറിയായിരുന്നു നബി തങ്ങൾ ചോദിച്ചപ്പോൾ. എടാ മനെ, എന്നാ ഇജ്ജ അത് പറയണ്ടടാ. അപ്പം തന്നെ ഈ വാപ്പാക്ക് എന്തൊരു അഭിമാനിക്കാരെ ഇജ്ജ അതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തേ മോനത് പറയാഞ്ഞു എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എങ്ങനെ വാപ്പ, ഞാൻ ഈ ചെറിയ കുട്ടി അത് പറയാന്ന്. അതാണ് അദബ് എന്ന് പറയുന്നത്. അദബിൽ ഏറ്റവും മുമ്പന്തിയിൽ വന്നത് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. ഒരു മനുഷ്യന് എല്ലാ ആദരവും ബഹുമാനവും കിട്ടും അദബുണ്ടെങ്കിൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വരാൻ ഒരല്പസമയം വൈകിയാൽ മഹാനവറുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മറ്റൊരാൾ കയറി ഇരിക്കൂല. സിദ്ദീഖ് തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നേരം വൈകിയാൽ വേറൊരാൾ കയറിയിട്ടാണ്ട് ഇരിക്കൂല, ഇരിക്കാനാണ്ട് കഴിയില്ല. എന്താ, സിദ്ദീഖ് തങ്ങൾക്ക് വലിയ പ്രഭാഷകനല്ലല്ലോ, വലിയ ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്ന ആളല്ലല്ലോ, വലിയ യുദ്ധത്തിലെ തന്ത്രങ്ങളും പോരാളിയും വാളിന് പേര് കേട്ടയാളും കുതിരക്ക് പേര് കേട്ടയാളും എന്നല്ല സിദ്ദീഖുൽ അക്ബർ. എന്താ ഉള്ളത്? അദബിൽ ഒന്നാം സ്ഥാനം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. അങ്ങനെ നമ്മൾ സഹാബാക്കളെ മൊത്തം അങ്ങനെ പരിശോധിച്ചാൽ അദബിന് ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ നൽകിയതായി കാണാൻ പറ്റും. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അദബ് എന്ന് പറയുന്നത്. അല്ലാഹ് എന്ന ചിന്ത നമ്മളെ മുന്നോട്ട് നയിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഉല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ താജുൽ അറൂസിൽ കാണാം. ഒരു മനുഷ്യനെ എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് നയിക്കേണ്ടത് അല്ലാഹ് എന്ന ചിന്തയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി തൻ്റെ ഇഹിയയിൽ പറഞ്ഞ എല്ലാ ഹദീസുകളെയും വിമർശിച്ചപ്പോൾ ഒരു ഹദീസിനെ ശരിവെക്കുകയുണ്ടായി. ആ ഹദീസ് ഇതാണ്, ഇദാ ദക്കറല്ലാഹ ഖലസ, ഇദാ ദക്കറല്ലാഹ ഖലസ, അല്ലാഹുവിനെ ഓർത്താൽ രക്ഷപ്പെടും എന്ന ഹദീസ് ശരിവെച്ചു. ഒരു മനുഷ്യന് അല്ലാഹ് എന്ന് ഓർമ്മ വന്നാൽ അവൻ കഴിച്ചിലാവുന്ന, ഇദാ ദക്കറ അല്ലാഹ്, അല്ലാഹ് എന്ന് ഓർമ്മ വന്നാൽ ഖലസ, അവൻ രക്ഷപ്പെട്ടു. മനുഷ്യന്മാർക്ക് അല്ലാഹ് എന്ന ഓർമ്മ കൊടുക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. അല്ലാഹ് എന്ന ഓർമ്മ വരുത്തലാണ് താരാട്ടിൻ്റെ രഹസ്യം. കുട്ടികൾ അല്ലാഹ് എന്ന ഓർമ്മയിൽ നിന്ന് പോകുമ്പോൾ കരയും. ഉമ്മ ഓടി വന്നിട്ട് കണക്ഷൻ കൊടുക്കും. അല്ലാഹുവിൽ നിന്നുള്ള കണക്ഷൻ പോകുമ്പോഴാണ് ഒരു കുട്ടി കരയുക. ഉമ്മ ഓടി വന്നിട്ട് കണക്ഷൻ കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മളും ചൊല്ലി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹ് എന്ന് ഓർമ്മ വന്നാൽ ഹൃദയം ശാന്താവും. നമ്മൾ ചൊല്ലി നോക്കിയാൽ നമുക്ക് തന്നെ ഫീൽ ചെയ്ത് ഒന്ന് നേരങ്ങത്ത് ചൊല്ലി നോക്കിയാൽ മതി. ഒന്നും ചൊല്ലി നോക്കാം നമ്മൾ, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ ചൊല്ലിയാലും ഫീൽ ചെയ്യത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർത്താൽ 24 മണിക്കൂറും അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയുന്ന ജീവിയാണ് പ്രാവ്. 24 മണിക്കൂറും അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയുന്ന ജീവിയാകുന്നു പ്രാവ്. ഫുൾ ടൈം കരച്ചിലാണ് പ്രാവിന്, ഫുൾ ടൈം കരച്ചിലാണ്. പ്രാവ് പറയുന്നത് അല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ്. മനുഷ്യന് മാത്രമാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഇല്ലാത്തത്. മരങ്ങൾ 24 മണിക്കൂറും തസ്ബീഹിലാണ്.
ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മരം മുറിക്കുന്ന മനുഷ്യൻ 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലണം. കാരണം മരം 24 മണിക്കൂറും തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാണ്. മനുഷ്യനോട് 24 മണിക്കൂർ ചെല്ലാൻ പറഞ്ഞിട്ടില്ല. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂന. കസീർ എന്ന് പറഞ്ഞാൽ 50% കൂടുതൽ, അഥവാ 12 മണിക്കൂറിൽ കൂടുതൽ. മനുഷ്യന്മാരോട് 12 മണിക്കൂറിൽ കൂടുതലേ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്നവന് മാത്രമേ കോഴിയെ അറുക്കാൻ അവകാശമുള്ളൂ എന്ന് ഇമാം ഷഹറാനി. കാരണം കോഴി 24 മണിക്കൂറും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാകുന്നു. ഒരു കോഴിയുടെ പ്രത്യേകത പോലും ഇല്ലാത്തവരായി ചിലപ്പോൾ നമ്മൾ മാറുകയാണ്. കോഴി പോയിട്ട്, മരം പോയിട്ട്, ഒരു അലക്കുകല്ലിൻ്റെ പ്രത്യേകത പോലും ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത എന്താ? തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത എല്ലാ മനുഷ്യരുടെയും ഐബുകളെ തിരുമ്പണ കല്ല് മറച്ചു വെക്കുന്നു, ഇല്ലാതെയാക്കുന്നു. മനുഷ്യന്മാരെ ഐബൊക്കെ കൊണ്ടുപോയിട്ട് കല്ലുമ്മ കൊണ്ടുപോയിട്ട് തിരുമ്പുകയാണ്. മൂപ്പരത് ഇല്ലാതെയാക്കിക്കളാണ്. എന്നാൽ ഇൻഫർമേഷൻ ടെക്നോളജി പോലും ആളുകളുടെ ഐബുകൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തിരക്കിലാണ് നമ്മൾ. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റൊക്കെ ആൾക്കാരുടെ ഐബ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തിരക്കിലാണ് നമ്മളുള്ളത്. ഒരു പാറൻ്റെ, ഒരു തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത പോലും ഇല്ലാതെ ചിലപ്പോഴൊക്കെ നമ്മൾ ജീവിക്കുന്നവരായി മാറുകയാണ്. നമ്മളൊരു തിരിച്ചുപോക്ക് അനിവാര്യമാണ് അള്ളാഹുവിങ്കലേക്ക്. ഇദാ ദക്കറല്ലാഹ ഖലസ. ഒരാൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വന്നാൽ അവൻ രക്ഷപ്പെടും. ആ ഓർമ്മ അങ്ങോട്ട് വരാത്തതാണ് നമ്മളെ പ്രശ്നം. ഓർമ്മ അങ്ങോട്ട് വരുന്നില്ല, എങ്ങനെയാലും വരുന്നില്ല. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് കുട്ടികൾക്കാണ്. ഒരു ഉമ്മ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കെ അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള ആലോചനയിലേക്ക് പോയാൽ കുട്ടി മുല കുടിക്കാൻ വിസമ്മതിക്കുമെന്നാണ്. 2 വയസ്സ് വരെ കുടിച്ച മുലപ്പാലിൻ്റെ ഗുണം 85-ാം വയസ്സിലും നീണ്ടു നിൽക്കുന്നതിൻ്റെ കാരണം ഒരു കുട്ടി മുല കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന അവസ്ഥയിലായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ്റെ മനസ്സുകൾ നന്നായി തീരലാണ് സ്വർഗത്തിലേക്കുള്ള വഴി. മുഅ്മിനീങ്ങൾ ഏറ്റവും വലിയ മാതൃകാ പുരുഷന്മാരായി മാറണം. ഇസ്ലാമിൻ്റെ മാതൃക നമ്മളിൽ കാണണം. പഴയ കാലത്തൊക്കെ ആളുകൾ പറയും, നമ്മളൊക്കെ പ്രായമായ ആൾക്കാർ പറയാറുണ്ട്, ഒരുപാട് ആൾക്കാർ കട്ടിലുമ കടന്നിട്ട് ഇങ്ങനെ കെലിമ ചൊല്ലി മരിക്കണത് കണ്ടത്. പ്രായമായ ആൾക്കാർക്കൊക്കെ അറിയും. കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും കട്ടിലുമ ഇങ്ങനെ കടന്നിട്ട് കെലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണത്. 40 വയസ്സായി എനിക്ക് ഈ കാലത്തിനിടയിൽ ഒരുപാട് മനുഷ്യന്മാർ മരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ആളുകൾ കലിമ ചൊല്ലി മരിച്ചു എന്ന കാര്യം പ്രശ്നമാണ്. എന്തേ സംഗതി? നിസ്കരിക്കായിട്ടാ? പള്ളിയൊക്കെയും നിറയെ ആളുകളുണ്ട്. ഈമാന് തൊണ്ടെന്ന് താഴത്തേക്കാണ് പോണില്ല. ഇദാ ദക്കറല്ലാഹ ഖലസ. അല്ലാഹ് എന്ന ഓർമ്മ വന്നവൻ രക്ഷപ്പെടും. ഒന്ന് കരയാനെങ്കിലും കഴിയണ്ടേ നമുക്ക് അല്ലാഹുവിനെ ആലോചിച്ച്? ലാ യലിജുന്നാറ റജുലുൻ ബക്കാ മിൻ ഖശ്യത്തില്ലാഹ്. ലാ യലിജുന്നാറ, നരകത്തിൽ പ്രവേശിക്കുകയില്ല. റജുലുൻ, ഒരു മനുഷ്യൻ, ബക്കാ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞ ഒരു മനുഷ്യൻ നരകത്തിൽ കടക്കുകയില്ല. ഏതുവരെ എന്ന് നബി തങ്ങൾ പറഞ്ഞു, അകിടിൽ നിന്നും പുറത്തേക്ക് പോന്ന പാല് അകിടിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം, അകിടിൽ നിന്ന് പോന്ന പാല് അകിടിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കിയവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാണ് നരകം. നരകം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാണ്. മനുഷ്യൻ്റെ സങ്കല്പത്തിനപ്പുറമാണ് നരകത്തിൻ്റെ അവസ്ഥ. നമുക്കൊരിക്കലും നരകത്തെ സങ്കല്പിക്കാൻ കഴിയില്ല.
നരകത്തെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ അറിവിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. നരകം യഥാർത്ഥത്തിൽ അതിനും എത്രയോ മുകളിലാണ്. നരകത്തിലെ ഒരു തീപ്പൊരി കൊട്ടാരം പോലെ ഉണ്ടാകുന്ന കോട്ടകൾ പോലത്തെ തീപ്പൊരികളാണ് നരകത്തിൽ നിന്നുയരുന്നത്. നരകവാസിയുടെ ജീവിതം സങ്കല്പത്തിനപ്പുറമാണ്. നരകാവകാശികളുടെ കണ്ണുകൾ തീക്കോളങ്ങളാണ്. നരകാവകാശിക്ക് കണ്ണിന് കാഴ്ചയില്ല, നരകാവകാശിക്ക് ചെവിക്ക് കേൾവിയില്ല. വഹും ഫീഹാ കാലിഹൂൻ. നരകാവകാശികൾ നരകത്തിൽ പല്ലിളിക്കുന്നവരാണെന്ന് പറഞ്ഞതിൻ്റെ തഫ്സീറിൽ കാണാം. നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ പല്ലിളിച്ചിട്ട് മുകളിലെ ചുണ്ട് മൂർധാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകുന്നതാണ്. മുകളത്തെ ചുണ്ട് മൂർധാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകും. നമുക്കൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത, ഓരോ സെക്കൻഡിലും പുതിയ പുതിയ അദാബുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്തെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് നരകാവകാശി കരയുന്ന സമയം 1000 കൊല്ലമാണ്. 1000 വർഷം കഴിയുമ്പോൾ ഒരു കാർമേഘം ഉയർന്നു വരുന്നു. മഴ പെയ്യുമെന്നവൻ പ്രതീക്ഷിക്കും. ഉയർന്നു വന്ന കാർമേഘത്തിൽ നിന്ന് കുത്തിച്ചൊരിയുന്നത് ഒട്ടകത്തോളം വലിപ്പമുള്ള തേളുകളായിരിക്കുമെന്നാണ്. ഒരു തേള് ഒരു പ്രാവശ്യം കടിച്ചാൽ അതിൻ്റെ വേദന 1000 വർഷം നീണ്ടു നിൽക്കുന്നതാണ്. ഒരിറക്ക് വെള്ളത്തിന് വേണ്ടി, ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി നരകവാസി കരയുന്നത് 40,000 കൊല്ലമാണ്. മാലിക് എന്ന നരകം കാക്കുന്ന മലക്കിനെ വിളിച്ചിട്ട് കരയും, മാലിക്കേ ഒരൽപ്പം ഭക്ഷണം. ലൈസ ലഹും താമുൻ ഇല്ലാ മിൻ ളരീഅ്. ലരീഅ് എന്ന മുള്ളിൻ്റെ വൃക്ഷം കൊണ്ട് തയ്യാർ ചെയ്ത ഭക്ഷണമല്ലാതെ അവർക്ക് വേറൊന്നുമില്ല. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ആ ഭക്ഷണം കഴിക്കും. തൊണ്ടയിൽ കെട്ടിയ ഭക്ഷണവുമായി ഒരിറക്ക് വെള്ളത്തിന് വേണ്ടി 40,000 കൊല്ലം നിലവിളിക്കും നരകാവകാശി. 40,000 കൊല്ലം കഴിയുമ്പോൾ അവന് വെള്ളം കൊടുക്കുന്നത് വായയിലേക്കല്ല, യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. ഹമീം എന്ന ലോഹങ്ങൾ ഒരുക്കി തയ്യാർ ചെയ്ത ചുട്ടുപഴുത്ത വെള്ളം അവരുടെ തലക്കു മുകളിൽ ഒഴിച്ചു കൊടുക്കും. യഗ്ലി മിൻഹുമാ ബുത്തൂനുഹു. അവരുടെ വയറ്റിലുള്ളത് മുഴുവൻ ഉരുകി പുറത്തേക്കൊലിക്കും. അദാബിനുമേൽ അദാബാണ് നരകം. അദാബിനുമേൽ അദാബാണ്. നരകത്തിന് 8-7 തട്ടുകളാണ്. ഏറ്റവും മുകളിലാണ് ജഹന്നം എന്ന് പറയുന്ന നരകം. അത് മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ഫാസിഖീങ്ങൾക്കുള്ളതാണ്. കുറേ കാലത്തെ ശിക്ഷയ്ക്ക് ശേഷം അവർ നരകമോചിതരായാൽ ജഹന്നം കാലിയാകും. പിന്നെ 6 നിലകളിലാണ് മനുഷ്യന്മാരുണ്ടാവുക. 6 നിലകളിലാണ് മനുഷ്യ. ഏറ്റവും അടിയത്തെ തട്ട് മുനാഫിഖിനുള്ളതാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഓന് തന്നെയാണ് നിസ്കാരം ഭാരമാകുന്നതും. മുനാഫിഖിന് തന്നെയാണ് നിസ്കാരം ഭാരമാകുന്നതും. അപ്പം നിസ്കാരം ഭാരമാകുന്നവൻ മുനാഫിഖ് നരകത്തിലെ ഏറ്റവും അടിയത്തെ തട്ടില്. മുഅ്മിനീങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകളിൽ നിന്ന് ദോഷികൾ നരകത്തിൻ്റെ ഏറ്റവും മേലത്തെ തട്ടില്. ഈ പറഞ്ഞതെല്ലാം നമ്മുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ്. നരകം അതിനും എത്രയോ മുകളിലാണ്. ഇതിൻ്റെ നേരെ എതിരിൽ സ്വർഗം. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ഭവനമാണ് സ്വർഗം. നരകത്തിൽ നിന്നൊഴിവാകാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഒരാഗ്രഹമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് വേണം. ആഗ്രഹിച്ചത് മനുഷ്യൻ നേടുമെന്നാണ് ആഗ്രഹിച്ച്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കണേ. കാരണം ഫിർദൗസ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലമാണ്. അവിടെയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. ഫിർദൗസ്. ഫിർദൗസിന്റെ മലയാളമാണ് പറുദീസ. ഫിർദൗസിന്റെ ഇംഗ്ലീഷാണ് പാരഡൈസ്. അത് നമ്മൾ ബാറിനാണ് പേരിട്ട്. അത്രയും വലിയ ദുഷ്ടന്മാരാണ് യഥാർത്ഥത്തിൽ നമ്മൾ. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലം പാരഡൈസ് നമ്മൾ കൊണ്ടുപോയിട്ടിട്ട പേര് ബാറിനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സാധനങ്ങളെയും നമ്മൾ നിലവിൽ ഇൻസൾട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇൻസൾട്ട് എന്ന് പറയുന്നത് ശൈത്താനിയത്താണ്. ശൈത്താനാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഇൻസൾട്ട് ചെയ്തത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി.
സ്വർഗം മനുഷ്യൻ്റെ സങ്കല്പത്തിനപ്പുറം. എല്ലാ നിയമത്തും ഒന്നും കുറവില്ല. മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം. ഉജൂഹു യൗമഇദിൻ നായിമ ലിസൈഹാ റാളിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ. ഉജൂഹു യൗമഇദിൻ ളാഹിക, ചിരിക്കുന്ന മുഖങ്ങൾ. ആഴ്ചയിലൊരിക്കൽ സ്വർഗാവകാശികൾ ഒരു ചന്തയിലേക്ക്, അങ്ങാടിയിലേക്ക് പോകുമെന്നാണ്. പുതിയ മനുഷ്യന്മാരായിട്ടും തിരിച്ചു വീട്ടിലേക്ക് വരും. നിയമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ടതാണ് സ്വർഗം. സ്വർഗം ഇങ്ങനെ നമ്മളെ മനസ്സിൽ സങ്കല്പിച്ച് അത് ഉറക്കത്തിൽ കാണുന്ന അവസ്ഥയിലേക്ക് വരണം. സ്വർഗം ഉറക്കത്തിൽ കാണുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെത്തണം. ആഗ്രഹിച്ച എന്ത് ശക്തമായ ആഗ്രഹം എന്തിനുണ്ടായാലും അതവൻ ഉറക്കത്തിൽ കാണും. നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തെ ആഗ്രഹിക്കണില്ലേ, നമ്മൾ പറയണ മാത്രമേ ഉള്ളൂ. ആഗ്രഹിച്ചാൽ അവൻ ഉറക്കത്തിൽ കാണും. ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട്, ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട്, ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്കുദാഹം. മുത്ത് റസൂൽ തങ്കത്തേരിൽ വരുന്നതു കണ്ട്, മുത്താറ്റൽ ഹൂറികൾ ആടി രസിക്കണ കണ്ട്, സ്വർണ്ണ കിളികൾ പാറി പറക്കണ കണ്ട്, സ്വർണ്ണ പല്ലക്കിൽ സുലൈഹാ ബീവിയെ കണ്ട്, ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്കുദാഹം. മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ സ്വർഗമായി വരണം. ആഗ്രഹം കൂടുമ്പോഴാണ് സ്വപ്നത്തിൽ കാണുക. നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നു, ഒരിക്കലെങ്കിലും നമുക്കൊന്ന് സ്വർഗം സ്വപ്നത്തിൽ കാണാൻ കഴിയണ്ടേ? സ്വപ്നമായ ഒരു മനുഷ്യനൊരു വിഷയം മാറുകയാണെങ്കിൽ അവനതെന്തായാലും നേടും. ആഗ്രഹം ശക്തമായാൽ നേടിയിരിക്കും. സ്വർഗം എല്ലാവർക്കും കിട്ടാനുള്ളതാണ്. അതിനാവശ്യമായ വിഭവങ്ങളുമായി ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൻ്റെ വർണ്ണനകൾ ഇങ്ങനെ പറഞ്ഞു സഹാബത്ത് അതിൽ ആകൃഷ്ടരായി. മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് നരകത്തെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് സ്വർഗത്തെയുമാണ്. സ്വർഗം കിട്ടാൻ ചിലപ്പോൾ ഒരു പെട്ടിക്കട മതിയാവും, ചെറിയൊരു പെട്ടിക്കട. അത്താജുറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന ഹബീബുനാ റസൂലുള്ളാഹി. വിശ്വസ്തനായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സുദ്ദീഖീങ്ങളോടും ഒപ്പമായിരിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം കിട്ടാൻ മര്യാദക്കാണെങ്കിൽ ഒരു പെട്ടിപ്പീടിയ മതിയാവും. വിഭവങ്ങളില്ലാതെ അങ്ങോട്ട് ചെന്നാൽ പുണ്യനബി പറഞ്ഞതുപോലെ മീസാനിൻ്റെ അവിടെ കൈകാലുകൾ വിറക്കും. നന്മയുടെ മുൻതൂക്കമാകാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കരുതിയത് നന്മയും തിന്മയും എഴുതിയ ഏടിൻ്റെ കെട്ടിങ്ങനെ കൊടുങ്ങാണ്ട് മീസാൻ തുലാസിൽ വെച്ചിട്ട് അത് തൂക്കിയിട്ട് കടലാസും കെട്ട് ഭാരം കൂടുതലുണ്ടെങ്കിൽ സ്വർഗത്തുക്കും ഭാരം കുറവാണെങ്കിൽ നരകത്തുക്കും നമ്മൾ ഹിസാബിനെ പറ്റി കണക്കാക്കിയത് അല്ല. ഹിസാബ് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനെയും ബോധ്യപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ കൽബ് പറയും എനിക്ക് തന്നെ കിട്ടേണ്ടത്, അതാണ് ഹിസാബ്. അണുവിൻ്റെ അത്ര നന്മയുണ്ടെങ്കിൽ അത് അവന് കാണിച്ചു കൊടുക്കും. യറഹു എന്നാണ്, അത് ബോധ്യപ്പെടുത്തും. എന്നിട്ട് അവൻ്റെ മനസ്സ് അവനോട് പറയും ഇങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്കിത് കിട്ടേണ്ടത് തന്നെയാണ്. ഒരു ഭാഗം നരകത്തിലേക്കും ഒരു ഭാഗം സ്വർഗത്തിലേക്കും. നരകാവകാശികളിൽ ഒരിക്കലും നമ്മൾ പെടരുത്, സ്വർഗാവകാശികളിൽ പെടണം. അത് നമ്മുടെ ഏറ്റവും വലിയ അടങ്ങാത്ത ആഗ്രഹമാണ്. അതിൽ താഴെ ഒന്നുമില്ല. അത് കിട്ടാൻ എന്തൊക്കെ വിഭവങ്ങൾ വേണോ? ഏറ്റവും പ്രധാനമായത് മനുഷ്യൻ്റെ ആഗ്രഹം ശക്തമാവുക എന്നത് തന്നെയാണ്. ആഗ്രഹം ശക്തമാവുക എന്നത് തന്നെയാണ്. എങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിയും. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീയൊരു പാസ് താഹന്നാനേ,
അത് നിന്റെ പക്കൽ മാത്രമാതയ്യാനെ സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ. ഇത് സാലിഹാത്തിൽ സയ്യിദി ചേർക്കണമേ. ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ. അസ്ഹാബിനും പിന്നാലിനും റഹ്മാനേ.